ഓണമൊക്കെ കഴിഞ്ഞല്ലേ? ഈ ഓണത്തിരക്കിനിടയിലെ ഞാൻ എൻ്റെ ഒരു കസ്റ്റമറുടെ റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ആ റിവ്യൂ ആദ്യമേ നമുക്ക് കേൾക്കാം. ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിള്ളേർക്കെല്ലാം 4 പേർക്കും കറക്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുഞ്ഞി കൊച്ചിൻ്റെ ഫ്രോക്കാണ്. അവൾക്ക് നന്നായിട്ടത് മാച്ചാണ്. ഒരു കുഴപ്പവുമില്ല. വളരെ നന്ദിയുണ്ട് കേട്ടോ. വളരെ 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 നന്ദി. താങ്ക് യു സോ മച്ച് കേട്ടോ. ഈ ഒരു കസ്റ്റമർ റിവ്യൂ ഞാൻ മോസ്റ്റ് എവൈറ്റിംഗ് ആയിരുന്നു. എന്നെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ച ഒരു ഓർഡർ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വളരെ സ്പെഷ്യൽ വണ്ണാണ്. ഈ ഓർഡർ സ്പെഷ്യൽ ആക്കാനുള്ള റീസൺ ഇതൊരു കസ്റ്റമൈസർ ഓർഡർ ആയിരുന്നു. അത് 4 കുഞ്ഞു മക്കൾക്കുള്ള ഓണം ഡ്രസ്സ്. അപ്പം തന്നെ മനസ്സിലായില്ലേ തിരുവോണത്തിന് ഒന്ന് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ് അതെന്ന്. ഞാൻ എൻ്റെ ഓർഡേഴ്സൊക്കെ കസ്റ്റമൈസേഷന് കൊടുക്കുന്നത് കോയമ്പത്തൂരുള്ള ടീമിൻ്റെതാണ്. ഓൺ ടൈം പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും അനുസരിച്ചുള്ള ഡിസൈൻ ഞാൻ അവർക്ക് കൊടുത്ത് എല്ലാം സെറ്റാക്കിയതാണ്. എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് എത്താൻ വൈകി. ഓൾറെഡി എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് മെസ്സേജ് അനുസരിച്ചിട്ട് ഓഗസ്റ്റ് 29 എനിക്ക് കിട്ടാനുള്ളതായിരുന്നു. എന്നാൽ കോയമ്പത്തൂരിൽ നിന്ന് അവർ ആ പ്രോഡക്റ്റ് അയച്ചത് റെയിൽവേ വഴിയായിരുന്നു. മാത്രമല്ല പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് നൈറ്റ് ടൈമിലും, അതും കറക്റ്റ് സെപ്റ്റംബർ 2-ാം തീയതി. സോ ആ ടൈമിൽ ഞാൻ കൊറിയർ ട്രൈ ചെയ്തെങ്കിലും കൊറിയർ സർവീസ് ഒന്നും ഓപ്പൺ അല്ലാത്തത് കൊണ്ട് എനിക്ക് പിറ്റേന്ന് മാത്രമേ പ്രോഡക്റ്റ് അയക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ എൻ്റെ ഫസ്റ്റ് വർക്ക് അതാക്കി. അതിനുശേഷം ഞാൻ നേരെ പ്രൊഫഷണൽ കൊറിയേഴ്സിൽ പോയി അവരാണ് ഓൺ ടൈമിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് എത്തിച്ചത്. എന്തായാലും ഉത്രാടത്തിന് അന്ന് ഉച്ചയോടെ കസ്റ്റമറിൻ്റെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടിയായിരുന്നു. എന്നെ നന്നായി ടെൻഷൻ അടിപ്പിച്ച ഒരു ഓർഡർ ആയിരുന്നെങ്കിലും കസ്റ്റമറിൻ്റെ ഈ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. തനിമയിലെ ഇനിയുള്ള വിശേഷങ്ങൾ അറിയാൻ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.